കുളത്തൂപ്പുഴ പട്ടണത്തിലെ കവിത ട്രേഡേഴ്സ് എന്ന പടക്കക്കടയിൽ ചൊവ്വാഴ്ച ഉച്ചയോടെ വൻ സ്ഫോടനമുണ്ടായി. സംഭവത്തിൽ ഈ കടയുടെയും സമീപത്തെ 10ഓളം കടകളുടെയും മേൽക്കൂരകൾ പൂർണ്ണമായും തകർന്നു. ചില കടകളുടെ ഭിത്തികൾ പൊളിഞ്ഞു വീണു. സംഭവത്തിൽ ആളപായമില്ല. സ്ഫോടന ശബ്ദത്തിൽ 5 കിലോമീറ്ററോളം ദൂരത്തിൽ പട്ടണം പ്രകമ്പനം കൊണ്ടു. പ്രാഥമിക കണക്കുകളനുസരിച്ച് 10 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ട്. സംഭവത്തെ തുടർന്ന് കടയുടമ രവി ഒളിവിൽ പോയി. വർഷങ്ങളായി പട്ടണത്തിൽ പ്രവർത്തിക്കുന്ന കടയാണിത്. അതേസമയം പടക്ക നിർമ്മാണത്തിനും വിതരണത്തിനുമുള്ള ഇവരുടെ ലൈസൻസ് കാലാവധി 2010 അവസാനിച്ചിരുന്നതായി സൂചനയുണ്ട്. കുളത്തൂപ്പുഴ പോലീസ് സംഭവസ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. സ്ഫോടനത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ല. പടക്കമല്ല, മറിച്ച് ഗ്യാസ് സിലിണ്ടറാണ് പൊട്ടിത്തെറിച്ചതെന്നും ഇതേ തുടർന്നാണ് പടക്കക്കട കത്തിയതെന്നുമാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. അതേസമയം അന്വേഷണം അട്ടിമറിക്കാനുള്ള പോലീസ് ശ്രമത്തിന്റെ ഭാഗമാണ് ഈ നിഗമനമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. പടക്കത്തിനൊപ്പം രാസവളങ്ങളും ഈ കടയിൽ വിൽപ്പന നടത്തിയിരുന്നു. അപകടത്തിന്റെ ശരിയായ കാരണം ശാസ്ത്രീയ പരിശോധനയിലെ വ്യക്തമാകൂവെന്ന് അധികൃതർ പറഞ്ഞു. ബോംബ് സ്ക്വാഡ് സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. കടയുടമയ്ക്ക് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചു. വിഷു പ്രമാണിച്ച കടയിൽ വലിയ തോതിൽ പടക്കം സംഭരിച്ചിരുന്നതായി പറയപ്പെടുന്നു. കഴിഞ്ഞയാഴ്ച പുനലൂർ ആരംപുന്നയിലെ അനധികൃത പടക്ക നിർമ്മാണശാലയിലും സ്ഫോടനമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പുനലൂർ.